ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ ലോകായുക്ത സിറിയക് ജോസഫിനെ വെല്ലുവിളിച്ച് KT ജലീൽ MLA 2022 തനിക്കെതിരെ നടത്തിയ വിധിയെ സംബന്ധിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. UDFന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തികച്ചും ഏകപക്ഷീയമായാണ് തനിക്കെതിരെ വിധി പറഞ്ഞതെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, ഇതിനു മുൻപും അദ്ദേഹം രൂക്ഷ വിമർശനം സിറിയക് ജോസഫിനെതിരെയൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ രാഷ്ട്രപതി ഇതിൽ ഒപ്പിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ അടുത്ത വിമർശനം? അതും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അനുജ, അക്ഷരാർത്ഥത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് KT ജലീൽ സിറിയക് ജോസഫിനെതിരെ നടത്തിയിരിക്കുന്നത്. ലോകായുക്തയ്ക്കൊരു തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സിറിയക് ജോസഫ് അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യ ഭാഗം തന്നെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ആയുധം ഗോഡ്സെയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിയ വിവരങ്ങൾ താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഇനി ബന്ധുമിത്രാദികളെ VCയും ഹയർ സെക്കൻഡറി ഡയറക്ടറും ജഡ്ജിയും ഒക്കെ ആക്കി മാറ്റാൻ പദവി ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KT ജലീൽ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഇന്നത്തെ ലീഡ് വാർത്തയുടെ പടം ചേർത്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ഗവർണർക്ക് തിരിച്ചടി എന്നുള്ള, അതായത് രാഷ്ട്രപതി ഒപ്പിട്ടു ലോകായുക്ത ബില്ലിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ KT ജലീലിൻ്റെ കുറിപ്പെഴുതിയിരിക്കുന്നത്. അതിൽ അതിരൂക്ഷമായി സിറിയക് ജോസഫിനെ വിമർശിക്കുന്നു. മാത്രവുമല്ല, താങ്കളും താങ്കളുടെ ഉറ്റമിത്രങ്ങളും ഒക്കെ മരിക്കുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ചുള്ള വസ്തുതകൾ പുറത്തു പറയണം. UDFന്റെ അജണ്ടയുടെ ഭാഗമായി പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് തനിക്കെതിരെ നോട്ടീസ് പോലും നൽകാതെ ഒരു വിധി ഉണ്ടായത് എന്ന് പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം അനുജ പറഞ്ഞതുപോലെ വീണ്ടും ലോകായുക്ത സിറിയക് ജോസഫിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധത്തിന് ഉള്ള ഒരു പുറപ്പാടാണ് KT ജലീൽ നടത്തിയിരിക്കുന്നത്. അതാണ് KT ജലീൽ ഫേസ്ബുക്കിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വീണ്ടും ഒരു ഇടവേള.